ആത്മവിശ്വാസത്തിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയും അവസാന വാക്കായ ഒരു മനുഷ്യൻ. വീടിനടുത്ത് എത്തിയ ആനയെയും അതിൻ്റെ പാപ്പാനെയും കണ്ട് 9-ാം വയസ്സിൽ ആനക്കമ്പം തലയ്ക്ക് പിടിച്ച ഒരു കുഞ്ഞിപ്പയ്യൻ. പക്ഷേ ഉണ്ണിരാമാത്ത് മന അയ്യപ്പൻ എന്ന ആനയ്ക്ക് ആ പയ്യനോടൊരിഷ്ടം. അതും വഴിത്തിരിവാകുന്നു. പൊടിമീശ മുളച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തൃശ്ശൂരേക്കും കണ്ടംപുള്ളി തറവാട്ടിലേക്കും എത്തിപ്പെട്ട പയ്യൻ പിന്നീട് രചിച്ചതത്രയും ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിലെ അത്ഭുതഗാഥകൾ. അഴിച്ചുകയറിയത് അത്രയും ഒന്നിനൊന്ന് പോരാളികളായ ഗജപോക്കിരികളെ തന്നെ. കുറഞ്ഞത് 16 മനുഷ്യരെയെങ്കിലും മരുംകൊല ചെയ്തിട്ടുള്ള രാജവെമ്പാല എന്ന ബുള്ളറ്റ് മോഴയെ അവൻ്റെ നല്ല മതപ്പാടിൽ തന്നെ ചങ്ങലക്കെട്ടുകളെല്ലാം അഴിച്ചുവിട്ടു മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ചങ്കൂറ്റം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എഴുന്നള്ളിപ്പിനിടെ തന്നെ അടിച്ചു തെറിപ്പിച്ചു കരളിൻ്റെ ഒരു തുണ്ട് തന്നെ ചിതറിച്ച ആന. മറ്റാരും അഴിച്ചുമാറ്റാൻ ധൈര്യപ്പെടാതെ അവൻ ഇപ്പോഴും മഴയും വെയിലും കൊണ്ട് അതേ അമ്പലപ്പറമ്പിൽ തന്നെ നിൽക്കുകയാണ് എന്നറിയുന്നു. സർജറി കഴിഞ്ഞ് പൊതിഞ്ഞു കെട്ടിയ ശരീരവുമായി നേരെ ആനക്കരികിൽ എത്തി മുഖമൊന്ന് കറുപ്പിക്കുക പോലും ചെയ്യാതെ ചങ്ങലയഴിച്ച് അവൻ്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തിരിച്ച് ആശുപത്രിയിലേക്ക് തന്നെ മടങ്ങുന്ന ആൺപിറപ്പ്. അത്യസാധാരണമായ ചങ്കൂറ്റത്തിൻ്റെയും അപാരമായ ആത്മവിശ്വാസത്തിൻ്റെയും പ്രതിരൂപമായിരുന്ന മനുഷ്യൻ. കോട്ടായി രാജു. ആത്മധൈര്യത്തിൻ്റെ ആൾരൂപം. ആനപ്പണിയിലെ ഒറ്റയാൻ. കോട്ടായി രാജു എന്ന രാജുവേട്ടൻ വിട പറഞ്ഞു. വൈക്കം ചന്ദ്രശേഖരൻ എന്ന നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ കോട്ടായി രാജു എന്ന ആനപ്പാപ്പാൻ്റെ ജീവിതം അടയാളപ്പെടുത്തുവാൻ ആ ഒറ്റൊരു ആനപ്പേര് തന്നെ ധാരാളം. ഒരുവിധപ്പെട്ട മനുഷ്യരുടെ മുന്നിലൊന്നും വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറില്ലാതെ ആനയെന്നാൽ അത് ആളും തീ തന്നെയാണെന്ന് മലയാളിയെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത അതേ ശങ്കരനാരായണൻ്റെ കൊമ്പും പിടിച്ച് വർഷങ്ങളോളം നിലകൊണ്ട രാജുവിൻ്റെ രൂപം ഒരു തലമുറയുടെ മുഴുവൻ മനസ്സുകളിലും കല്ലിൽ കൊത്തിവെച്ച പോലെ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശങ്കരനാരായണനും കോട്ടായിയും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ദൃഢതയ്ക്കും കെട്ടുറപ്പിനും അക്ഷരാർത്ഥത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ച സന്ദർഭം അത് നെന്മാറ വെല്ലങ്ങി വേലയ്ക്കിടയിലായിരുന്നു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞെത്തിയ ആനകൾ നെറ്റിപ്പട്ടം അഴിക്കുവാനും ആനപ്പുറം കയറിയവരെ ഇറക്കുവാനുമായി ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ സാജ് പ്രസാദ് എന്ന ആന പെട്ടെന്നിടയുന്നു. ആനപ്പുറത്ത് ആ സമയം പേടിച്ചരണ്ടിരിക്കുന്നവരെ താഴെ ഇറങ്ങാൻ സമ്മതിക്കാതെ കുലുക്കി താഴെയിടാനുള്ള ശ്രമങ്ങൾ. അതിനൊപ്പം സ്വന്തം നെറ്റിപ്പട്ടമൊക്കെ വലിച്ചുപറിച്ച് ആകെ ഒരു ഭീകര അന്തരീക്ഷം. ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാതിരിക്കുകയും ആരെയും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത്ര പിരിമുറുക്കത്തിലാണ് എല്ലാവരും. ആ സമയം അതേ ഗ്രൗണ്ടിൽ കുറച്ചു മാറി ശങ്കരനാരായണനും നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ അനുനയ ശ്രമങ്ങൾ പയറ്റിയിട്ടും വഴങ്ങാതെ സാജ് പ്രസാദ് തൻ്റെ പുറത്തിരിക്കുന്നവരെയും കൊണ്ട് ഗ്രൗണ്ട് വിട്ട് ഓടിയേക്കാമെന്ന സന്ദർഭത്തിൽ കോട്ടായി രാജു എന്ന പാപ്പാൻ തൻ്റെ ശങ്കരനാരായണനെയും അഴിച്ച് നിസ്സങ്കോചം സാജ് പ്രസാദിനടുത്തേക്ക് ചെല്ലുന്നു. ഇത് കണ്ട് കരിമൂത്ത സാജ് പ്രസാദ് അടുത്ത നിമിഷം ശങ്കരനാരായണന് നേരെ കൊമ്പും കുലുക്കി പാഞ്ഞെടുക്കുന്നു. ആരും വിറച്ചു പോകുന്ന നിമിഷങ്ങൾ. പക്ഷേ അവനെ ഇങ്ങോട്ടെടുത്തോടാ എന്ന കോട്ടായി രാജുവിൻ്റെ നിർദ്ദേശം കിട്ടേണ്ട താമസം. അടുത്ത സെക്കൻഡിൽ ശങ്കരനാരായണൻ സാജ് പ്രസാദിനെ കൊമ്പിലുടക്കി ഒരു ഗുസ്തിക്കാരന് സമാനമാം വിധം മലർത്തിയടിച്ചു. അതേ ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. ഇതേ ശങ്കരനാരായണൻ്റെ കൊമ്പുകൾ കൊണ്ടുള്ള കനത്ത അടിയിൽ രാജുവിൻ്റെ കരളിൻ്റെ ചെറിയൊരു ഭാഗം തന്നെ അടർന്ന് ഗുരുതരമാം വിധം ആശുപത്രിയിലായിട്ടും ആശുപത്രിയിൽ നിന്ന് നേരെ ആനക്കരികിലേക്കെത്തി അവനെ വെയിലും മഴയും കൊള്ളാത്ത സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുന്നതിനായി രാജു എത്തിയപ്പോൾ പറ്റിപ്പോയ കയ്യബദ്ധത്തിൻ്റെ ആന്തലിൽ ആന. അതും ഇന്നലകളിലെ ആനക്കേരളത്തിൻ്റെ തീവ്രവും തീക്ഷ്ണവുമായ മുഖമാകുന്നുണ്ട്. ശങ്കരനാരായണൻ മാത്രമല്ല, കോട്ടായി കൊണ്ടു നടന്നിട്ടുള്ളതും കയ്യേറ്റിയിട്ടുള്ളതുമായ ഓരോ ആനയും ഒന്നിനൊന്ന് കില്ലാടികളായിരുന്നു. ബുള്ളറ്റ് മോഴയായിരുന്നാലും കണ്ടംപുള്ളി വിജയനായാലും ആമ്പല്ലൂർ ബാലകൃഷ്ണനായാലും കാന്താരി അയ്യപ്പനായാലും ഏറ്റവും ഒടുവിലായി ചുമതലയേറ്റ ചീരോത്ത് രാജീവായിരുന്നാലും എല്ലാം അസൽ തീക്കുരുപ്പുകളായിരുന്നു. ആത്മധൈര്യത്തിൻ്റെ മാത്രമല്ല, അവസാന നിമിഷം വരെ വിട്ടുവീഴ്ചയില്ലാത്ത ആത്മാഭിമാനത്തിൻ്റെയും നേർരൂപമായിരുന്നു കോട്ടായി. തുള്ളി ഉറയുന്ന കൊലയാനകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കാത്ത കോട്ടായി രാജു ചേട്ടന് പക്ഷേ ജീവിതത്തിലെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ കാലിടറിയോ? അതോ തന്നെ തോൽപ്പിക്കാനെത്തിയ രോഗത്തിന് മുന്നിലും തലകുനിക്കില്ലെന്ന വാശിയോ? അസഹനീയമായ വേദന സഹിച്ച് അവശനും ആർത്തനുമായി ജീവിതം കരഞ്ഞു തീർക്കുവാൻ തയ്യാറില്ലാതെ ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ വിധി താൻ തീരുമാനിക്കുമെന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ തീരുമാനം എടുത്തതാവാനും മതി. രോഗവും ദൈവങ്ങളും തനിക്കായി ബാക്കിവെച്ച പരീക്ഷണങ്ങൾക്കും വിധിഹിതങ്ങൾക്കുമായി കാത്തുനിൽക്കാതെ പ്രിയപ്പെട്ട കോട്ടായി രാജു ചേട്ടൻ മരണത്തെ തേടി ചെല്ലുകയായിരുന്നു എന്നതാണ് അങ്ങേയറ്റം സങ്കടകരമായ കാര്യം. പ്രിയപ്പെട്ട കോട്ടായിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ
അലയൊടുങ്ങാത്ത ആണത്തത്തിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയും മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ. ആണായി പിറന്നു ആണൊരുത്തനായി ജീവിച്ചു ആണായി തന്നെ ഒരേയൊരു കോട്ടായി. മറ്റൊരു വീഡിയോയിൽ ഗജരാജ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.